വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിനെതിരെ കോൺഗ്രസ്. ശശി തരൂരിന്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ജയറാം രമേശ്. നിർദ്ദേശിച്ചത് മറ്റ് 4 പേരുകൾ. ലിസ്റ്റ് പുറത്തുവിട്ട് ജയറാം രമേശ്. ഭീകരതയ്ക്കെതിരായ നിലപാട് വിശദീകരിക്കാനുള്ള 7 സംഘങ്ങളെ തരൂരും കനിമൊഴിയും അടക്കമുള്ളവർ നയിക്കും. ഇഡി കേസ് ഒതുക്കാൻ പണം തട്ടാൻ ശ്രമിച്ച കേസിൽ 1-ാം പ്രതി ഇഡി ഉദ്യോഗസ്ഥൻ. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതി ചേർത്ത് വിജിലൻസ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. തട്ടിപ്പിൽ ചാർട്ടേഡ് അക്കൗണ്ടും അറസ്റ്റിൽ. ലയണൽ മെസ്സി കേരള സന്ദർശന വിവാദത്തിൽ നിയമ നടപടിക്കൊരുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരായ നടപടി കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി. കരാർ ഒപ്പിട്ട് 45 ദിവസത്തിനകം പുതുക്കിയ പകുതി തുക നൽകണമെന്ന വ്യവസ്ഥ പാലിച്ചില്ല. ഉത്തരവാദിത്തം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെന്ന് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. കുറുപ്പുംപടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. പീഡനം അമ്മയും ആൺ സുഹൃത്തും ചേർന്ന്. പീഡനം മദ്യം നൽകിയ ശേഷമെന്നും കുറ്റപത്രത്തിൽ. കേസിൽ നിർണായകമായത് രഹസ്യമൊഴി. കുറ്റപത്രം സമർപ്പിച്ചത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി. റാവൽപിണ്ടി നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് സമ്മതിച്ച പാകിസ്ഥാൻ. സൈനിക മേധാവി പുലർച്ചെ തന്നെ ഇക്കാര്യം അറിയിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വ്യോമത്താവളങ്ങളിൽ മിസൈൽ പതിച്ചെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് ഇതാദ്യം. वज़ीर आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं. एक नूर खान एयरपोर्ट पे गिरा है. അഫ്ഗാനിൽ നിന്നുള്ള ട്രക്കുകൾക്ക് അനുമതി നൽകി ഇന്ത്യ. അട്ടാരി വാഗ അതിർത്തി ഇന്ത്യ തുറന്നു. മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 3 സംഘങ്ങളായി പരിശോധന. കടുവയെ കണ്ടെത്തുന്നതുവരെ ദൗത്യം തുടരുമെന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ. കടുവയെ സാന്നിധ്യം ഉറപ്പിച്ച ശേഷം കുങ്കിയാനകളെ കൊണ്ടുപോകുന്നുവെന്നും DFO. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ചരിത്രം കുറിച്ച് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. ഡയമണ്ട് ലീഗിൽ നീരജിന് 2-ാം സ്ഥാനം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. ലീഗിൽ അവശേഷിക്കുന്ന 17 മത്സരങ്ങൾ. പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ബംഗളൂരു കൊൽക്കത്തയ്ക്കെതിരെ. മത്സരം രാത്രി 7:30 ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ.